നമസ്കാരം വ്യൂവേഴ്സ്, അരവീസ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്ന ലുലു മാളിനകത്തുള്ള ദ പൾപ്പ് ഫാക്ടറി മാഡ് അബൌട്ട് ജ്യൂസസ്. അപ്പോൾ അവിടെ നിന്നൊരു 2-3 ഐറ്റം നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പാലക്കാട് ഇതിന് മുമ്പ് പൾപ്പ് ഫാക്ടറി വന്നിട്ടില്ല. ഇതിരിക്കുന്നത് ഫുഡ് കോർട്ട് ഇരിക്കുന്ന റോയൽ ഫലൂഡ നേഷൻ ഡയറി ഡേ കഴിഞ്ഞിട്ട് ഇവിടെയാണ് പൾപ്പ് ഫാക്ടറി ഉള്ളത്. അതായത് ലുലു കണക്റ്റിൻ്റെ എൻട്രൻസിൻ്റെ അടുത്ത് തന്നെയാണ്. ഇന്ന് ലുലുവിൽ നല്ല തിരക്കാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഓഡിയോ ക്ലിയർ ആവും എന്ന് അറിയാൻ പറ്റില്ല. ഞാൻ എന്തായാലും അപ്പോൾ മെനു നോക്കിയിട്ട് ഒരു 2-3 ജ്യൂസ് ഓർഡർ ചെയ്യാം. ഒരുവിധം കഷ്ടപ്പെട്ട് ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്യുന്നത് വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം പോലും അവിടെ ഇല്ല. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് സ്പെഷ്യൽ ഫലൂഡ ക്രീം സെക്ഷനിലുണ്ടായിരുന്ന മിക്സ് ഫ്രൂട്ട് ബൗളും പിന്നെ ഒരു സ്ട്രോബെറിയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. അവിടെ ഡിസ്പ്ലേയിലൊക്കെ വെച്ചിട്ടുണ്ട്. അതാണോ ഞാൻ ഓർഡർ ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും കുറച്ച് നേരം എടുക്കും തോന്നുന്നു. സർവീസ് ആകപ്പാടെ ഭയങ്കര കൺഫ്യൂസ്ഡാണ് അവർ. കുറേ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. അകത്ത് അവർ തന്നെ പേഴ്സണലി ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ആകപ്പാടെ മൊത്തം തിരക്ക്. അവിടെ ബില്ലിങ്ങിൽ നിൽക്കുന്ന ചേച്ചിയൊക്കെ നല്ല രീതിക്ക് പാനിക്കായിക്ക് നിൽക്കുകയാണ്. കുറേ ബില്ലിങ്ങിൽ എററൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ റെക്ടിഫൈ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടിങ് ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും വരട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഇനി ഫുഡ് കോർട്ടിൽ പോയിട്ട് സീറ്റ് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും വലിയ പാട്. കാരണം ഫുള്ളി പാക്ഡാണ്. നമ്മൾ കൊച്ചിയിലും തിരുവനന്തപുരത്തും എവിടെ ഉള്ളതുപോലെ വലിയൊരു ഫുഡ് കോർട്ടല്ല, വളരെ ചെറിയൊരു ഫുഡ് കോർട്ടാണ്. അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൂ. 250 പേർക്ക് അറ്റ് എ ടൈം കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് വന്നതിന് ശേഷം ഞാൻ സീറ്റൊക്കെ കണ്ടുപിടിച്ചിരുന്നതിന് ശേഷം ഞാൻ വീഡിയോയിൽ വരാം. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പും കുറേ പ്രശ്നങ്ങളും കൺഫ്യൂഷനും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്ത 2 സാധനം എനിക്ക് കിട്ടി. ഇതാണ് സ്ട്രോബെറി സ്പെഷ്യൽ ഫലൂഡ ക്രീം, അങ്ങനെ എന്തുവാണ് ഇതിൻ്റെ പേര്. ഇത് മിക്സ്ഡ് ഫ്രൂട്ട് ബൗൾ വിത്ത് ഐസ്ക്രീം. ഇത് 2 എണ്ണവും കിട്ടി. ആദ്യം അപ്പോൾ നമുക്ക് വന്നത് ഈ സ്ട്രോബെറി ഫലൂഡ ആയിരുന്നു. അപ്പോൾ അത് ആദ്യം ടേസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് കിട്ടിയതേ ഉള്ളൂ. സീറ്റ് കണ്ടുപിടിച്ച് ഞാൻ വന്നിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു സ്ട്രോബെറി ഫലൂഡ തന്നെ ടേസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് ഫ്രഷ് സ്ട്രോബെറി ഒക്കെ ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനൊന്ന് മെല്ലെ മിക്സ് ചെയ്ത് നോക്കട്ടെ. ഫ്രഷ് സ്ട്രോബെറിയുടെ പീസൊന്നും ഇതിനകത്ത് തൽക്കാലം കാണാനില്ല. ചെറിയ പീസ് എവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇല്ല, ഞാൻ ചോദിച്ചു. ഇവരിങ്ങനെ പ്ലെയിനായിട്ട് തന്നപ്പോൾ ഞാൻ ചോദിച്ചു. അവിടെ ഫ്രഷ് സ്ട്രോബെറി ഉണ്ടായിരുന്നു. കാരണം ഈ മിക്സഡ് ഫ്രൂട്ട് ബൗളിൽ സ്ട്രോബെറി ഉണ്ട്. പക്ഷേ ഇതിൽ അവർ പറഞ്ഞത് താഴെ ഇട്ടിട്ടുണ്ടെന്നാ. താഴെ സ്ട്രോബെറി ഇല്ല. പൊമഗ്രാനേറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന സ്ട്രോബെറി ഐസ്ക്രീമിൻ്റെ ഷെയ്ക്കും സ്ട്രോബെറി ഐസ്ക്രീമുമാണ്. രണ്ടും ആർട്ടിഫിഷ്യൽ സ്ട്രോബെറി തന്നെയാണ്, റിയൽ സ്ട്രോബെറി ഒന്നുമല്ല. എനിക്ക് തോന്നുന്നത്, ഞാൻ പറഞ്ഞില്ലേ കൺഫ്യൂഷൻ പ്രശ്നങ്ങൾ, അതിൻ്റെ ഇടയിൽ അവർ സ്ട്രോബെറി ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. അതാണ് സംഭവം. എനിക്ക് തോന്നുന്നു നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്ന് ഇതൊന്ന് ട്രൈ ചെയ്യുക. ചിലപ്പോൾ ഇതിനകത്ത് റിയൽ സ്ട്രോബെറീസ് ഇവർ ആഡ് ചെയ്യേണ്ടതായിരുന്നിരിക്കണം. അത് മിസ്സായതാണ്. എന്തായാലും കൊള്ളാം. ഒരു സ്ട്രോബെറി ഫ്ലേവർ, ആർട്ടിഫിഷ്യൽ സ്ട്രോബെറി ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവില്ല. ഫലൂഡ എന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വെർമിസെലി ഉണ്ട്, പൊമഗ്രാനേറ്റ് ഉണ്ട്, കാഷ്യൂ നട്ട്സ്, റൈസിൻസ്, സബ്ജ സീഡ്സ്, ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയേ ഉള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ച് ഇതിൽ കാണാനില്ല. ഇത് കാഷ്യൂ നട്ടാണ്. നമുക്ക് മിക്സ്ഡ് ഫ്രൂട്ട് ബൗൾ വിത്ത് ഐസ്ക്രീം ഫലൂഡ. വലിയ പേരാണ്. ഇതിനകത്ത് എനിക്ക് കാണാൻ പറ്റുന്നത് ഇത് ഗ്രീൻ ആപ്പിൾ, സ്ട്രോബെറി, പ്ലംസ്, പൊമഗ്രാനേറ്റ്, താഴെ സബ്ജ സീഡ്സ് കാണുന്നുണ്ട്. എന്തൊക്കെയുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്തൊക്കെയാണെന്ന് എന്നാലേ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റൂ. മാത്രമല്ല താഴെ അവർ ഫൈനലി ചോപ്പ് ചെയ്ത ഫ്രൂട്ട്സ് ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ആപ്പിളും പൈനാപ്പിളും ഒക്കെയാണ്. ഇത് രണ്ടും തമ്മിലുള്ള കോൺട്രാസ്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ആ ഒരു സ്ട്രോബെറിയുടെ ഓവർ ഫ്ലേവറും ആ ഒരു ഐസ്ക്രീമിൻ്റെ മധുരമൊക്കെ മുമ്പിൽ നിൽക്കുന്നത്. കുറച്ച് മധുരമുള്ള ഓവർലി സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്ട്രോബെറി ഫലൂഡയാണ്. പക്ഷേ ഇത് നേരെ തിരിച്ചാണ്. പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയിട്ടുള്ള, അധികം മധുരമില്ലാത്ത, പെട്ടെന്ന് മടുക്കാത്ത, ഫ്രൂട്ട്സൊക്കെ ഉള്ള വളരെ നാച്ചുറലായിട്ടുള്ളൊരു ഫലൂഡയാണ്. ഇത് രണ്ടും തമ്മിൽ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇത് തന്നെയാണ് ശരിക്കും കൊടുത്ത ക്യാഷിന് വേർത്തായിട്ട് ഫീൽ ചെയ്യുന്നത്. നല്ല ടേസ്റ്റുണ്ട്. ഞാൻ ഇത് ഫുള്ള് ഫിനിഷ് ചെയ്യും. ഇതിൻ്റെ കാര്യം സംശയമാണ്. ഇതിനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഇവരിട്ടിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുക തന്നെയാണ് അവർ കട്ട് ചെയ്തത്. അത്യാവശ്യം ക്ലീനായിട്ട് തന്നെയാണ്, ഗ്ലൗസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്തുള്ള കുറച്ച് ഫ്രൂട്ട്സ് മാത്രം അവർ താഴെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടാണ്. ബട്ട് ആ മേലെ കിടന്ന വലിയ ഫ്രൂട്ട് പീസസൊക്കെ
അവിടെ ഫ്രണ്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്തതാണ്. ഇതിനകത്ത് കിവി ഓൾസോ ഉണ്ട്. കിവി വളരെ ചെറിയ ചെറിയ പീസസ് ആണ്. അതൊക്കെ ഇത് കിവിയാണ്. കിവിയൊക്കെ ഉണ്ട്. അത്യാവശ്യം കുറച്ച് വർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞു. ബില്ല് എനിക്ക് തന്നില്ല, കാരണം ബില്ലിംഗ് മെഷീൻ്റെ മേലെ ജ്യൂസ് വീഴുന്നതുകൊണ്ട് അവിടെ ബില്ലിംഗ് മെഷീൻ ഡാമേജിലായിരുന്നു. 340 ആണ് വന്നത്. ഞാൻ നേരത്തെ മെനു കാണിച്ചിരുന്നല്ലോ, 180 ആണ് ഇത് രണ്ടിനും വരുന്നത്. 360 വരേണ്ടതാണ്, പക്ഷേ എൻ്റെ അടുത്ത് നിന്ന് 340 വാങ്ങിച്ചുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെയായിരുന്നു അതിനിടയിലുള്ള കൺഫ്യൂഷൻ. അതൊക്കെ ഇവർ വേഗം ഫിഗർ ഔട്ട് ചെയ്ത് എല്ലാം റെഡി ആവുമെന്ന് തോന്നുന്നു. ആസ് ഓഫ് നൗ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ബേസിക് പ്രിലിമിനറി സ്റ്റേജസിലാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് വരുന്നേ ഉള്ളൂ. അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഷോർട്ട് ഫാൾസ് ആയിരിക്കാം. ഇനി നിങ്ങൾ ലുലു മാളിലേക്ക് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഞാൻ അനുഭവിച്ച ഈ ഒരു ഒന്നും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. എല്ലാം ഓക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് കഴിച്ചതിൽ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് സ്ട്രോബെറിയുടെ മിസ്സിംഗ് ഉണ്ട്, പിന്നെ കുറച്ച് മധുരം കൂടുതലാണ്. സ്ട്രോബെറി ഫ്ലേവർ, ആർട്ടിഫിഷ്യൽ സ്ട്രോബെറി ഫ്ലേവർ അല്ലെങ്കിൽ സ്ട്രോബെറി ഐസ്ക്രീം ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കിത് തീർച്ചയായും ഓർഡർ ചെയ്യാം. കാരണം ഇതിന് ഡെസ്പറേറ്റ് ഇതിൽ വേണ്ടത് കുറച്ച് സ്ട്രോബെറി പീസസ് ആണ്. കാരണം സ്ട്രോബെറി പീസസിൻ്റെ കുറച്ചൊരു പുളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു മധുരത്തിൻ്റെ എഫക്റ്റ് വലുതായിട്ട് നമുക്കറിയില്ല. ഇത് അടിപൊളിയാണ്. മിക്സ്ഡ് ഫ്രൂട്ട് ബൗൾ വിത്ത് ഐസ്ക്രീം. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വാനില ഐസ്ക്രീം ഉണ്ടായിരുന്നു, സേമിയ, പിന്നെ സബ്ജ സീഡ്സ്, ഫ്രഷ് ക്രീം ഒഴിച്ചിട്ടുണ്ട് തോന്നുന്നു. കുറച്ച് നല്ല ക്രീമി ആയിട്ടുള്ള എന്തോ ഒരു സാധനം താഴെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതൊരു നല്ലൊരു വെൽ ബാലൻസ്ഡ് ഡെസേർട്ട് തന്നെയാണ്. സോ ഇത്രേ പറയാനുള്ളൂ. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അങ്ങനെ നമ്മൾ പൾപ്പ് ഫാക്ടറിയിൽ നിന്ന് 2 ഐറ്റംസ് ട്രൈ ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആർവീസ് വ്ലോഗ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു. ബൈ.